മലപ്പുറത്ത് യുവതി നൽകിയ പീഡന പരാതിയെ തുടർന്നുള്ള അന്വേഷണം ചെന്നെത്തിയത് അവയവ മാഫിയയിലെ കണ്ണികളിലേക്കാണ്. സംഭവത്തിൽ മലപ്പുറം വളാഞ്ചേരി സ്വദേശികളായ ശശി, നജ്മുദ്ദീൻ എന്നിവർ പോലീസിന്റെ പിടിയിലായി. അവയവം ദാനം ചെയ്യാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചു വന്ന യുവതിയെ പീഡനത്തിന് ഇരയാക്കിയെന്നാണ് കേസ്. പ്രതികളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ അവയവ മാഫിയയെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന രേഖകൾ പോലീസിന് ലഭിച്ചതായാണ് വിവരം. ലൈംഗിക അതിക്രമത്തിന് ഇരയായ യുവതി നൽകിയ പരാതിയിലാണ് വർക്കല പോലീസ് അന്വേഷണം നടത്തിയത്. രണ്ടാഴ്ച മുൻപ് കടയ്ക്കാവൂർ സ്വദേശിയായ യുവതി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ വർക്കല ACP ദീപക് ധൻകറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് അവയവക്കടത്ത് മാഫിയയിലെ കണ്ണികളെ പിടികൂടിയത്. മലപ്പുറം വളാഞ്ചേരി കൊട്ടാരം സ്വദേശി ശശി, കിഴക്കേക്കര സ്വദേശി നജ്മുദ്ദീൻ എന്നിവരെ വളാഞ്ചേരി പോലീസിന്റെ സഹായത്തോടെയാണ് പിടികൂടിയത്. അവയവം കൈമാറാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചു വന്ന യുവതിയെ ഇവർ പീഡനത്തിനിരയാക്കുകയായിരുന്നു. യുവതി നൽകിയ പരാതിയിൽ പോലീസ് അന്വേഷണം നടത്തിയപ്പോഴാണ് സംസ്ഥാനം കേന്ദ്രീകരിച്ച് നടക്കുന്ന അവയവ മാഫിയയെക്കുറിച്ച് വിവരങ്ങൾ ലഭിച്ചത്. പ്രതികളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ അവയവ മാഫിയയെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന രേഖകൾ പോലീസിന് ലഭിച്ചതായാണ് വിവരം. പ്രമുഖ ആശുപത്രികളും വ്യക്തികളും ഉൾപ്പെട്ട രേഖകളാണ് ലഭിച്ചിരിക്കുന്നത്. അവയവക്കടത്ത് സംസ്ഥാനത്ത് വ്യാപകമാണെന്ന ഭീതിപ്പെടുത്തുന്ന വിവരങ്ങളാണ് പോലീസിന് കണ്ടെത്താനായത്. അതീവ രഹസ്യമായ അന്വേഷണത്തിലൂടെയാണ് പോലീസ് മാഫിയയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കുന്നത്. കൊല്ലം, മലപ്പുറം, പാലക്കാട്, ആലപ്പുഴ ജില്ലകൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇനിയും കണ്ണികളെ പിടികൂടാനുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റുണ്ടാകുമെന്ന് പോലീസ് അറിയിച്ചു. ആറ്റിങ്ങൽ കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 തിരൂർ, ആറ്റിങ്ങൽ.